is the most powerful version control system in the world. അപ്പോൾ എന്താണ് ജിറ്റ്, GitHub ഇതൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? കൺട്രോൾ വേർഷൻ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന കോഡിൻ്റെ ഹിസ്റ്ററി ട്രാക്ക് ചെയ്ത് നമുക്കൊരു ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഫോൾഡറിനെ നമുക്ക് റെപ്പോസിറ്ററി എന്ന് വിളിക്കാം. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഒരുമിച്ച് ഒരേ പ്രൊജക്റ്റിൽ ഒരുപാട് ഡെവലപ്പേഴ്സിന് വർക്ക് ചെയ്യാൻ കൺട്രോൾ വേർഷൻ സിസ്റ്റത്തിൽ സാധിക്കും. ഇപ്പോൾ കൺട്രോൾ വേർഷൻ സിസ്റ്റം ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? ഒരു പ്രൊജക്റ്റിനെ കുറേ ഫോൾഡറുകളായിട്ട് ഡിവൈഡ് ചെയ്ത് മാനുവലി നമ്മൾ അതിനെ ഒരു പ്രൊജക്റ്റിൻ്റെ രൂപത്തിലേക്ക് ആക്കേണ്ടി വന്നേനെ. ഇനി ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും പല ഡിഫറെൻറ്റ് കൺട്രീസിലാണെങ്കിൽ എന്ത് ചെയ്യും? ഓരോരുത്തരും മെയിലായിട്ടോ വേറെ ഏതൊരു ടെക്നോളജി ഉപയോഗിച്ചിട്ടോ ആ ഫോൾഡറിനെ അയച്ച് വേറൊരാൾ മാനുവലി അതിനെ പ്രൊജക്റ്റിൻ്റെ രൂപത്തിലൊക്കെ ആക്കേണ്ടി വരും. അപ്പോൾ കൺട്രോൾ വേർഷൻ സിസ്റ്റത്തിൽ നമുക്ക് ഒരുമിച്ച് വർക്കും ചെയ്യാം, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഹിസ്റ്ററി ട്രാക്കും ചെയ്യാം. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കൺട്രോൾ വേർഷൻ സിസ്റ്റത്തിനെ രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. സെൻട്രലൈസ്ഡും ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടഡും ഉണ്ട്. സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ടീം മെമ്പേഴ്സും ഒരു സെർവറിൽ കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ സെർവർ ഓഫ്ലൈൻ പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഓൺലൈൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ വേർഷൻ സിസ്റ്റത്തിന് എക്സാമ്പിളാണ് GitHub എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് തന്നെ ആയതുകൊണ്ടും നമ്മുടെ സിസ്റ്റത്തിൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ ഓരോ ടീം മെമ്പറിനും ആ പ്രൊജക്റ്റിൻ്റെ സ്നാപ്ഷോട്ട് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഓഫ്ലൈൻ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. 90% ഓഫ് ദ പ്രോജക്റ്റും വർക്ക് ചെയ്യുന്നത് GitHubലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ റെസ്യൂമിൽ മസ്റ്റായിട്ടും ആഡ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ് GitHub, അതായത് ജിറ്റ് എന്ന് പറയുന്നത്.